ഹലോ ഗൈസ്, നമുക്കിന്നിവിടെ ഈ മീനാണ് കേട്ടോ കിട്ടിയത്. ഈ മീനിനെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണെന്ന്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ മീനെ എന്താണ് വിളിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ആൻഡ് ഈ മീനെ നമ്മുടെ നാട്ടിൽ കുട്ടനെന്നാണ് കേട്ടോ വിളിക്കുന്നത്. കുട്ട എന്ന് ഓമനിച്ച് വിളിക്കുന്നതല്ല കേട്ടോ. ഈ മീനിൻ്റെ ഒഫീഷ്യൽ പേരും കുട്ടനെന്നാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കുട്ടനെന്ന് ഒഫീഷ്യൽ നെയിമുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ. ആൻഡ് എൻ്റെ അമ്മയ്ക്ക് ഫേവററ്റ് ആയിട്ടുള്ള മീനാണ് കേട്ടോ ഇത്. എൻ്റെയും ഫേവററ്റാണ്. അപ്പോൾ ദേ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, മീനെല്ലാം വെട്ടി കഴുകിയിട്ടുണ്ട്. അരപ്പ് തിളച്ചപ്പോൾ മീൻ അതിനകത്തേക്ക് പെറുക്കി ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇന്ന് നമ്മൾ നമ്മുടെ സ്വന്തം മാങ്ങ ചേർത്താണ് കേട്ടോ വെച്ചത്. മാങ്ങ മാത്രമല്ല, ഈ തേങ്ങയും നമ്മുടെ സ്വന്തമാണ്. ആൻഡ് ഈ മീനകത്ത് ഞാൻ ചേർത്ത കരിവേപ്പിലയും എണ്ണയും ഒക്കെ നമ്മുടെ സ്വന്തമാണ്. അതൊക്കെ എങ്ങനെയാണ് സ്വന്തമായത്? ഇവിടെ കൃഷിയുണ്ടോയെന്ന് ചോദിച്ചാൽ അല്ല, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതൊക്കെയും നമ്മുടെ സ്വന്തമാണ്, റൈറ്റ്? അപ്പോൾ ഇനി ഒരു കഥ പറയാം. കഥയല്ല കേട്ടോ, കാര്യമാണ്. അതായത് ഈ മീനുണ്ടല്ലോ, ഈ മീൻ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതാണ്. അതായത് എൻ്റെ കസിനുണ്ട്, അവളുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേര് കുട്ടൻ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ വിവാഹിതനായപ്പോൾ ഭാര്യയെ വിളിച്ചിരുന്നതും കുട്ടൻ എന്നാണ് കേട്ടോ. അതായത് ഓമനിച്ച് കുട്ടാ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കുട്ടൻ എന്ന പേരുള്ള അപ്പൂപ്പൻ്റെ മോള് പറയാറുണ്ടത്രേ, ആങ്ങളയ്ക്ക് മാത്രമേ അച്ഛനോട് സ്നേഹമുള്ളൂ കണ്ടോ, ഇപ്പോഴും അച്ഛൻ്റെ പേര് വിട്ടാണല്ലോ ഭാര്യയെ വിളിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങളൊക്കെ ലഞ്ച് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ക്യാച്ച് യു ലേറ്റർ. ടിൽ ദെൻ ബൈ.